കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ, ശ്രീകാന്ത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ വർഷേനെ കണ്ടില്ല. അപ്പൊ ശ്രീകാന്ത് എന്താ കരുതിയത്, രാവിലെ എന്നാ ഡബിൾ സ്റ്റുഡിയോയിലേക്ക് പോയി കാണും എന്നൊക്കെ കരുതി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വർഷ വരുന്നേ. വർഷയുടെ 2 കൈ നിറച്ചും കവറും ഉണ്ടായിരുന്നു. ഇതെന്താ 2 കൈ നിറച്ചും കവറുണ്ടല്ലോ, ഇതെന്താ രാവിലെ പർച്ചേസിങ് നടത്തിയെന്ന് ചോദിക്കാം. രാവിലെ പോയി പർച്ചേസിങ് നടത്തി, ഇത്ര പെട്ടെന്നോ, കടയൊക്കെ തുറന്നോന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇപ്പൊ സമയം ഞാൻ നോക്കാൻ പറഞ്ഞ, അയ്യോ ഞാൻ കുറച്ച് കിടന്നങ്ങോട്ട് ഉറങ്ങിപ്പോയെന്ന് പറയാണ്. ഞാനോടത്ത് ഇനിയിപ്പൊ നീ രാവിലെ തന്നെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടുണ്ടായിരിക്കുന്ന കരുതിയെന്ന് പറയാം. അല്ല ഇതെന്താ വാങ്ങിയെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വർഷം എന്ത് ചെയ്യണം, കയ്യിലിരിക്കുന്ന ഒരു കവർ അങ്ങ് തുറന്നു. അതിനകത്തുനിന്നൊരു ബോക്സ് തുറന്നിട്ട് ഒരു ഷർട്ട് എടുത്ത് ശ്രീകാന്തിന് വെച്ച് കൊടുക്കുകയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുകയാണ്. കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ടെന്ന് പറയണം. അതാ പറഞ്ഞേ, എന്റെ സെലക്ഷൻ കൊള്ളാം അല്ലേ, എന്നാ പിന്നെ ഇത് വാങ്ങാൻ പോണേ, എന്നെ കൂടെ വിളിക്കാൻ വരാനും ചോദിക്കും. അതെന്താ, ഞാനും കൂടെ വരായിരുന്നല്ലോ സെലക്ട് ചെയ്യാനായിട്ട്. ഓ അങ്ങനെ, അതെ ശ്രീകാന്തിന്റെ സെലക്ഷൻ മോശമാണെന്ന് അറിയണം. ഓ അതെനിക്ക് മനസ്സിലായതാ, നിന്നെ സെലക്ട് ചെയ്തപ്പോഴും എനിക്ക് മനസ്സിലായെന്ന് പറയാം. ആഹാ അങ്ങനെയല്ലേ, അതെ സെലക്ട് ചെയ്ത് വെച്ച് ഏറ്റവും നന്നായിട്ട് കിട്ടിയ ശ്രീകാന്തിന് ഒരേ ഒരു സെലക്ഷൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. പിന്നെ അങ്ങോട്ട് പറഞ്ഞാൽ മതി എന്ന് പറയണം. പിന്നീട് വർഷ തന്റെ ചുരിദാറൊക്കെ എടുത്ത് കൊടുക്കുകയാണ്, കാണിക്കുകയാണ്. ഇതെങ്ങനെയുണ്ട്, കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയണം. പിന്നീട് ശ്രീകാന്തിനോട് പറഞ്ഞു കണ്ണടയ്ക്കാൻ പറയണം. എന്താ കണ്ണടയ്ക്കുക എന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് കണ്ണടിച്ചു, ഒരു ജ്വല്ലറി ബോക്സ് എടുക്കുകയാണ്. പിന്നീട് വർഷ തുറന്നു കാണിച്ചു കണ്ണു തുറക്കാൻ പറഞ്ഞിട്ട്, ഇതെന്താ റിങ്ങോ? അതെ ഞാൻ ശ്രീകാന്തിന് വേണ്ടി വാങ്ങിയത്, ആദ്യമായിട്ട് വാങ്ങിയതാന്ന് പറയണം. ദീപാവലിയൊക്കെയല്ലേ വരുന്നേ, ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്നാണ് എന്തെങ്കിലും വാങ്ങിച്ചു തരണം. അത് മാത്രമല്ല ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കൂലോ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിയതാന്ന് പറയാണ്. ഇത് കേട്ട ശ്രീകാന്തിന്റെ മുഖം കൂടെ മാറി. എന്താ ശ്രീകാന്ത്, എന്താ കാര്യം നിൽക്കുക? അല്ല വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് ദീപാവലിയൊക്കെ ആഘോഷിക്കുമെന്ന് പറയണം. വർഷ പറഞ്ഞു ഞങ്ങൾ അധികമൊന്നും ആഘോഷിക്കാറില്ല, പക്ഷെ എന്നാലും ശ്രീകാന്തിന് വിഷമം ഉണ്ടാവരുതല്ലോ എന്ന് കരുതിയാ വാങ്ങിയെന്ന് പറയാണ്. വീട്ടിൽ ആകുമ്പോൾ കുറെ പലഹാരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കും, പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ചും ഭയങ്കര ആഘോഷമായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വർഷ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് പടക്കങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ മേടിക്കാം, നമുക്കതൊരു മൂവിക്ക് പോയാലെന്ന് ചോദിക്കുന്ന. നല്ല മൂവി ഉണ്ട്, കാണാൻ പോയാലെന്ന് ചോദിക്കുക. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു എന്തോ എനിക്ക് നല്ലൊരു മൂഡ് തോന്നില്ലെന്ന് പറയണം. വീട്ടിലെ കാര്യം ഓർത്തിട്ട്. അതിനിപ്പോ എന്തിനാ വീട്ടിലെ കാര്യം ഓർക്കണേ, ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ ഓക്കെ ആയില്ലേന്ന് ചോദിക്കാം. ഓക്കെ ആയി, എന്നാലും ഒരു വിഷമേ, അച്ഛനെ അമ്മനെയും കാണാഞ്ഞിട്ട് ആദ്യമായിട്ട് ഇത്രയും ദിവസം മാറി നിൽക്കുന്നേ, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടെന്ന് പറയാം. ഓക്കെ ഇനിയിപ്പം ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, സാരമില്ല പോട്ടെ, നമുക്ക് നമ്മുടെ ഇനിയുള്ള ഓരോ നിമിഷങ്ങളും നമുക്ക് ഓർമ്മിക്കത്തക്ക ദിനങ്ങളാണ് വരാനായിട്ട് പോകുന്ന അറിയാലോ, നമ്മൾ അതൊന്നും മിസ് ചെയ്യാൻ പാടില്ലെന്ന് പറയണം. ഇത് കേട്ട ശ്രീകാന്ത് ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വർഷേനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. ആ സമയം സച്ചി ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഓട്ടോ ഇല്ല. അങ്ങനെ കിടക്കുന്ന സമയത്ത് മഹേഷ് അങ്ങോട്ട് വന്നു. മഹേഷ് വന്നിട്ട് ചോദിച്ചു എന്താണ് സച്ചി, നീ എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കാം. എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്ന് പറയാം. അല്ല അച്ഛന് വീണ്ടും എന്തേലും അസുഖം ഉണ്ടായെന്ന് ചോദിക്കുക. അങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായില്ല, പിന്നെന്താ കുഴപ്പം? അല്ല ഹോസ്പിറ്റലിൽ നല്ല പൈസയായി, അപ്പൊ അതൊക്കെ ഓർത്തിട്ട് ഇനി കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീട്ടണമല്ലോ എന്ന് ഓർത്തിട്ടാന്ന് പറയണം. അതൊക്കെ ഓർത്ത് നീ ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല നീ എന്താ ഫിനാൻഷ്യൽ കാര്യത്തിന് കുത്തിപ്പിടിക്കാൻ പോയത് എന്തിനാന്ന് ചോദിക്കാം. അതോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോണ്ട് നീയാണെങ്കിലും കുത്തിപ്പിടിക്കാൻ പോകും. കാരണം അയാൾ പറഞ്ഞ എന്താണെന്നറിയോ, എന്റെ അച്ഛൻ മരിച്ചു വേണേ പോട്ടേന്ന്. അയാളോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ആധാരം കൊണ്ടുത്തരാം, എനിക്ക് കുറച്ച് പണം തരാനായിട്ട്. അയാളത് കേട്ടില്ല. പിന്നെ അയാളെ ഞാൻ എന്ത് ചെയ്യണം? ചിലപ്പോൾ പണം തന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അച്ഛൻ മരിച്ചു പോയെങ്കിലോ, പണവും പോയി അച്ഛനും പോയില്ലേന്ന്. അങ്ങനെയൊക്കെയാണ് അയാൾ ചോദിക്കാൻ കൊള്ളണ്ടേ. അപ്പൊ പിന്നെ എനിക്ക് വേറെ നിർവാഹമില്ലായിരുന്നു, ഞാൻ അയാളുടെ കോളം നിങ്ങോട് കയറി പിടിച്ചെന്ന് പറയണം. പക്ഷെ അയാൾ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എന്ത്, അയാളുടെ വണ്ടിയെ ഓടിച്ചോണ്ടിരിക്കുന്നത്, അയാൾ മിക്കവാറും വെറുതെ ഇരിക്കത്തില്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുമെന്ന് പറയാം. ഇനിയിപ്പൊ അയാൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ട് വരുവാണെ വരട്ടെ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അങ്ങനെ അവര് സംസാരിച്ചിരിക്കുന്ന സമയത്താണ് സച്ചിയോട് മഹേഷ് അതേടാ നിന്റെ കാറിലെ, നീ കൊടുത്ത കാറിലെ വരുന്നതെന്ന് ചോദിക്കണം. സച്ചി നോക്കിയപ്പോ അതെ താൻ കൊടുത്ത കാറാണ് വരുന്നത്. സച്ചിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. തന്റെ വണ്ടി കണ്ടപ്പോൾ ഒത്തിരി ആശിച്ചു മോഹിച്ച് സ്വന്തമാക്കിയ വണ്ടിയാണ്, അധികം നാൾ ഉപയോഗിക്കാൻ പോലും പറ്റിയില്ല. അതിനു മുമ്പ് ഓരോ പ്രശ്നങ്ങൾ കാരണം അത് വർക്ക്ഷോപ്പിൽ കയറ്റി. പിന്നീട് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴോ നേരെ വിൽക്കുകയും ചെയ്തു. സച്ചി കാർ വന്നപ്പോൾ ഓടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ അത് മേടിച്ച ആളും കൂടെ വന്നു. പിന്നീട് സച്ചിയോട് ഞാൻ അതെ ബുക്കും പേപ്പറും ഒക്കെ വാങ്ങിക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന്, അതാ ഞാൻ വന്നേന്ന് പറയണം. ശരി സാർ ഞാൻ ഇപ്പൊ എടുത്തു തരാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഓടിപ്പോയിട്ട് ആ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ എടുത്തോണ്ട് വരികയാണ്.
പിന്നീട് സച്ചി എന്ത് ചെയ്യണം, ആ വണ്ടിയിലേക്ക് പോയി നോക്കണം, അത്ര തൊട്ടൊക്കെ നോക്കണം. സച്ചി ആണെങ്കിൽ പൊന്നു ഭൂതം കാക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരുന്ന ഒരു പോറൽ പോലും പറ്റിക്കാതെ. അതുകൊണ്ട് സച്ചിക്ക് അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടമൊക്കെ വന്നു. പിന്നീട് അയാൾ പറഞ്ഞു, അതെ ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്തേക്കാൻ പറയാം. അങ്ങനെ സൈൻ ചെയ്ത് മേടിച്ചു. സച്ചി ചോദിച്ചു, അല്ല സാർ ഇത്രയും ദിവസം വരായിരുന്ന എന്താ? അതൊന്നും കുഴപ്പമില്ലടോ, എനിക്ക് തന്നെ വിശ്വാസമായിരുന്നു, അതുകൊണ്ടാ. എന്നാലും ഞാൻ സാറിനെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ. 4 ലക്ഷം രൂപ ഒരു രേഖ പോലും ഇല്ലാതെ, ഒരു സൈൻ പോലും മേടിക്കാതെ അല്ലേ സാർ എനിക്ക് എടുത്തു തന്നേന്ന് ചോദിക്കണം. അത് പിന്നെ ഒരത്യാവശ്യം വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം മനുഷ്യന്മാരല്ലേടോ, അങ്ങനെയൊക്കെ നമ്മൾ സഹായിച്ചെന്നിരിക്കും. ആ സമയത്ത് നമ്മൾ വേറൊന്നിനെക്കൂടി ചിന്തിക്കത്തില്ല. തന്റെ ആവശ്യം ആ സമയത്ത് നടക്കണം. തന്റെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു സീരിയസ് ആയിട്ട് എന്തോ കേസാന്ന്. അതാണ് പിന്നെ ഞാൻ സൈൻ ചെയ്യാൻ പോലും തന്നെ വിളിച്ചു നിർത്തായിരുന്നേ. പെട്ടെന്ന് പോയിക്കോളാൻ പറഞ്ഞ്. അത് കാരണം എൻ്റെ അച്ഛൻ രക്ഷപ്പെട്ടു. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയണം. എന്നാ ശരി, പിന്നെ ഈ വണ്ടി നല്ല സൂപ്പറായിട്ട് ഓടിച്ചു നോക്കിയിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറയണം. തീയേട്ടൻ സച്ചി പറഞ്ഞു, അതെ പുതിയ വണ്ടിയായിരുന്നു സാറ്, ഒരു കുഴപ്പമില്ലാത്ത വണ്ടിയായിരുന്നൊക്കെ പറയണം. എന്നാ ശരി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ സച്ചി പുറകെ നിട്ടിച്ചു, സാർ ഒരു മിനിറ്റ് എന്ന് പറയാം. എന്താ? ഞാനേ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തോട്ടെന്ന് ചോദിക്കണം. അതിനെന്താ സച്ചി, സച്ചിക്ക് ഓടിച്ചു വെക്കാളെ, വേണം ഇന്നിവിടെ ഇട്ടോ ഓടിച്ചോക്ക്, നാളെ എനിക്ക് തന്നാമെന്ന് പറയണേ. വേണ്ട വേണ്ട സാർ ഇപ്പൊ തന്നെ കൊണ്ടുപോയിക്കോ, ജസ്റ്റ് ഒന്ന് ഞാൻ ഒന്ന് ചുറ്റിക്കിറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയെ കാറ് എടുത്തോണ്ട് പോവാണ്. സച്ചിയത്തലൊക്കെ തൊട്ട് നോക്കുന്നുണ്ടായിരുന്നു. കാരണം ആശിച്ച് മോഹിച്ച് ആദ്യമായിട്ട് വാങ്ങിയ വണ്ടി അത്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ സച്ചിക്ക് കുറേ ഉണ്ട്. അങ്ങനെ സച്ചി എന്ത് ചെയ്യുവാണ്, ഒരു റൗണ്ട് ചുറ്റുമാണ് ആ കാറും കൊണ്ട്. ആ സമയത്ത് സച്ചിയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കാറ് കൊണ്ടുവന്ന് ഓണർക്ക് കൊടുത്തിട്ട് അതെ നന്നായിട്ട് നോക്കണം കേട്ടോ സാർ, എൻ്റെ കയ്യിൽ ആയിരുന്ന സമയത്ത് ഞാൻ അത്രയ്ക്ക് നല്ല വൃത്തിയോടെ കൊണ്ടു നടന്നാന്ന് പറയണം. ഇത് കേട്ടോ അയാൾ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം സച്ചി, എനിക്കറിയാലോ ഇപ്പോൾ കാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ട് നിൽക്കും. ഇല്ല ഒരു കുഴപ്പമില്ല, അതല്ലേ ഞാൻ പറഞ്ഞേ, ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ടെന്ന്. സച്ചി ആ കാര്യത്തിൽ പേടിക്കണ്ടെന്ന് പറയണം. അങ്ങനെ അയാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും സച്ചിയുടെ മുഖം മാറിയിരിക്കുന്നുള്ളപ്പോൾ മഹേഷ് എന്താടാ എന്ത് പറ്റി? ഒന്നുമില്ല, എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന്. ആ കാറ് പോയതുകൊണ്ടല്ലേ. സാരമില്ല വിഷമിക്കണ്ടെന്ന് പറയണം. കാറ് പോയി, എല്ലാം അവള് കാരണോ ആ രേവതി. ആ ആധാരം വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ആ കാറ് നഷ്ടപ്പെടില്ലായിരുന്നു. എനിക്ക് ആധാരം കൊണ്ടേ പണയം വെച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ ആ കാറ് പോയത്. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. സാരമില്ല പോട്ടാന്നൊക്കെ പറഞ്ഞ് മഹേഷ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞ പതിവ് പോലെ രേവതി കിടക്കാണ്ട് മുറിയിലേക്ക് വരുവാണ്. പക്ഷെ അത്ര സമയമായിട്ട് സച്ചി വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെവിടെ പോയി നോർത്തോണ്ട് രേവതി ഇരിക്കുവാണ്. ഇത്ര സമയമായിട്ടും വരേണ്ടതാണ്, ഇതുവരെയായിട്ടും വന്നിട്ടില്ലോ എന്നുള്ള ചിന്തയൊക്കെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ കുറെ സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് സച്ചി അങ്ങോട്ട് വരുന്നത്. സച്ചി വന്നു 4 കാലിലാ വരുന്നത്. സച്ചിയുടെ ആ വരവ് കണ്ടപ്പോൾ തന്നെ രേവതിക്ക് മനസ്സിലായി നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ സച്ചി ആടി കയറി വരുമ്പോഴത്തേനും രേവതി ചോദിച്ചു, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണം. മിണ്ടലെന്ന് കൈവച്ച് ആഗ്യം കാണിക്കുക. കാരണം രവീന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇനിയിപ്പൊ തിരിച്ച് വീണ്ടും ചങ്ങരവേന വന്നിട്ടുണ്ടെങ്കിൽ സച്ചിക്ക് താങ്ങാൻ പറ്റില്ലല്ലോ, അതൊക്കെ അറിയാം. എന്നിട്ടാണ് മദ്യവെച്ച് ലക്കിട്ട് വന്നിരിക്കുന്നത്. എന്തിനു സച്ചേട്ടാ, സച്ചേട്ടൻ ഇന്നും കുടിച്ചിട്ട് എന്തിനാ വന്നേന്ന് ചോദിക്കുക. ഒരക്ഷരം പോലും മിണ്ടിപ്പോയക്കില്ല. അച്ഛനെ ഉണർത്തുകയും ചെയ്യില്ല. അച്ഛൻ ഉറങ്ങിയോന്ന് ചോദിക്കോ. അതെല്ലാം ഉറങ്ങിയെന്ന് പറഞ്ഞേ, എന്നാ കയറി പോകാൻ പറയണം. അങ്ങനെ രേവതി മുറിയിലേക്ക് കയറി വന്നു. ആ സമയം സച്ചിയും പുറകെ വരുവാണ്. അല്ല സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ മദ്യപിച്ചെന്ന് ചോദിക്കുക. അതെ ഞാൻ ചിലപ്പോൾ മദ്യപിച്ചെന്ന് ചോദിക്കും. അതൊക്കെ ചോദിക്കാൻ നീ ആരാന്ന് ചോദിക്കണം. നിന്റെ സ്നേഹമൊന്നും എൻ്റെ അടുത്ത് വേണ്ടെന്ന് പറയണം. എന്നാ ഫുഡ് എടുത്ത് വെക്കട്ടെ. ഫുഡും വേണ്ട ഒന്നും വേണ്ട, നിന്റെ സ്നേഹവും വേണ്ട, എന്നെ ഉപദ്രവിക്കാതെ വിട്ടാൽ മാത്രം മതി. അല്ല ഇവിടെ ഇരുന്ന് പായ എന്തിയെന്ന് ചോദിക്കുകയാണ്. പാടുത്തു കൊടുത്തു. പെട്ടെന്ന് പായം വിളിച്ച് സച്ചയത്തിലേക്ക് കൊണ്ട് കിടക്കാൻ തുടങ്ങുകയാണ്. രേവതിക്കാണെങ്കിൽ എന്തെന്നില്ലാത്ത സങ്കടമായിപ്പോയി. കാരണം ഇത് ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ലോ. രേവതി എന്നിട്ട് പറഞ്ഞു, അതെ എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്ക്. ഞാൻ പറഞ്ഞു എന്നെ അധികം കഴിപ്പിക്കാനായിട്ട് വരില്ലെന്ന്. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്നറിയാവോ. എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷൻ കയറി ലോക്കപ്പിൽ കിടന്നു. അതോടൊപ്പം തന്നെ അച്ഛന് നെഞ്ചുവേദന ഉണ്ടായി. അതൊക്കെ എവിടെ കൊണ്ടാ തീർക്കും നീ പാവങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞ് രേവതിനെ കുറ്റപ്പെടുത്തുവാണ്. രേവതി പറഞ്ഞു, ഇങ്ങനൊന്നും പറയില്ല സച്ചേട്ടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയണം. പിന്നെ നീ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല പോലും. എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നീ ഒറ്റൊരുത്തി കാരണം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. രേവതി പറഞ്ഞു, സച്ചേട്ടൻ ബാക്കി ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് സച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സങ്കടമാവും കേട്ടോ. ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാ വെറുതെ ഇങ്ങനെ പറയണേ, എനിക്കത് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറയണം. നീ കൂടുതലൊന്നും പറയണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. നമ്മൾ രണ്ടുപേരും അധികം സംസാരിച്ച് ശരിയാവത്തില്ലെന്ന് പറയണം. പിന്നീട് സച്ചിയെ പായലേക്ക് കിടക്കുക. രേവതിക്കാണ് വല്ലാത്ത വിഷമം വന്നു. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് വന്നതായിരുന്നു. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവം. അപ്പോഴേക്ക് രേവതി നോക്കിയപ്പോൾ രേവതിയുടെ ഫോൺ ബെല്ലടിച്ചു. നോക്കി ലക്ഷ്മിയമ്മ വിളിക്കുന്നത്. പെട്ടെന്ന് രേവതി മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. എന്താമ്മേ എന്താ ഈ സമയത്ത് വിളിച്ചെന്ന് ചോദിക്കുക. അല്ല മോളെ സച്ചി വന്നോ? വന്നു. കുഴപ്പമൊന്നുമില്ല അല്ലേ? കുഴപ്പമൊന്നുമില്ല. എങ്ങനെയുണ്ട് രവിയേണ്ട ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അച്ഛന് കുഴപ്പമില്ല എന്നൊക്കെ പറയണം.
അതേ മോള് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. അല്ല സച്ചിക്ക് മോളോട് പ്രശ്നമൊന്നും ഇല്ലല്ലോ? എന്നോട് കുഴപ്പമൊന്നുമില്ല. അല്ല പിന്നെ രവിയേട്ടനോട് അവിടെ ബാക്കി എല്ലാവരോടും അവരോടൊന്നും ആരോടും ഒരു കുഴപ്പമില്ല. രവിയേട്ടനും മോളോട് പ്രശ്നമൊന്നും ഇല്ല അല്ലേ? മോൾ അങ്ങ് ചെന്നതിന്റെ പേര് വല്ല വഴക്കോ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെന്ന് ചോദിക്കാം. അങ്ങനെയൊന്നും ഇല്ലമ്മേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക, ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. അങ്ങനെ പറയാനല്ലേ രേവതിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് വിചാരിക്കും? തന്റെ കഷ്ടകാലം ഇവിടെ നടക്കുന്നേ, അല്ലെങ്കിൽ സച്ചേട്ടൻ തന്നെ ഇതിനായിട്ട് വീണ്ടും അംഗീകരിച്ചിട്ടില്ലെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യം അല്ല. അതുകൊണ്ടാണ് രേവതി ആ കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുന്നത്. പിന്നീട് രേവതി എന്ത് ചെയ്യണം, ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനാണ് ചന്ദ്രമതി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചന്ദ്രമതി ചോദിച്ചു, ഓഹോ അപ്പൊ അപ്പം നടക്കുന്ന കാര്യങ്ങളൊക്കെ നീ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതിന് രേവതി ഒരു നിമിഷം ഒന്ന് നോക്കി ചന്ദ്രനെ. നീ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട, ഉള്ള കാര്യമില്ല ഞാൻ പറഞ്ഞേ. നിന്റെ വീട്ടിലേക്കല്ലേ നീ വിളിച്ചതെന്ന് ചോദിക്കുക. ഇത് കേട്ടതിന് രേവതി അതെ, അപ്പൊ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം നീ പൊടുപ്പും തേങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലേ എന്ന് ചോദിക്കണം. അല്ലമ്മേ അത് പിന്നെ ഞാന് കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോ കൂടുതൽ വിശേഷങ്ങളൊന്നും ആരും കൊണ്ട് വിളിച്ചു ചോദിക്കണ്ട. പറഞ്ഞു കേട്ടോ, വിശേഷം അന്വേഷിക്കാൻ പാതിരാത്രി വിളിച്ചിരിക്കുന്നു പോലും. നിനക്ക് നാണമില്ലെന്നൊക്കെ ചോദിക്കുകയാണ് രേവതിയോട്. രേവതിയോട് അതിനിപ്പോ എന്താമേ നാണിക്കണേ? വീട്ടിലേക്ക് വിളിക്കുന്ന നാണക്കേടാണോ? വിളിക്കുന്നതല്ല നാണക്കേട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വള്ളി പുള്ളി വിടാതെ പറഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ നീ കുടുംബത്തെ നാണം കെടുത്തുപോലെ ചെയ്തെന്ന് നിൽക്കും. അമ്മ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടില്ല പോലും. നീ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്ന മുതലാന്ന് എനിക്കറിയാന്ന് പറയാ ചന്ദ്ര. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് രേവതിക്ക് സങ്കടമായി. രേവതി പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദേ നിന്റെ മനസ്സിൽ ചില ആഗ്രഹങ്ങളൊക്കെ കാണുമായിരിക്കും, സച്ചിനെ അടക്കി ഭരിച്ചേക്കാന്നൊക്കെ. അതൊക്കെ നിന്റെ മനസ്സിലിരിക്കത്തുള്ളൂ. ദേ ഇനി എത്രയും പെട്ടെന്ന് നീ ഇവിടുന്ന് പോകാനായിട്ട് നോക്കണം. കൂടുതൽ ആളൊന്നും ഇവിടെ നിന്നെ കണ്ടേക്കില്ല, അറിയാലോ. ഇവിടെ നീ വാഴാന്നുള്ള വിചാരമൊന്നും നിനക്ക് വേണ്ട. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോയിക്കോണം എന്നൊക്കെ പറയും. ഇത് കേട്ടപ്പോൾ രേവതി ഞാൻ എങ്ങോട്ട് പോകാൻ അമ്മയെന്ന് ചോദിക്കുക. എങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, ഇവിടെ നിന്നെ കണ്ടുപോയേക്കല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താക്കീത് കൊടുത്തിട്ട് ചന്ദ്രമതി അങ്ങോട്ട് പോകുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രേവതി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.